ഹണി റോസിനോട് ഖേദം പ്രകടിപ്പിച്ച് ബോബി ചെമ്മണ്ണൂർ. മലയാള സിനിമാ നടി ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ. താൻ മൂലം നടിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ബോബി ഖേദം പ്രകടിപ്പിച്ചു. വാക്കുകൾക്കും അതുണ്ടാക്കിയ ആഘാതത്തിനും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായിട്ടാണ് ബോബി ചെമ്മണ്ണൂർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. പ്രിയ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ എല്ലാവരോടും ദയയോടും ബഹുമാനത്തോടും സ്നേഹത്തോടും പരിഗണനയോടും കൂടി പെരുമാറുന്ന വ്യക്തിയാണ് ഞാൻ. ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്തിട്ടില്ല. സാധ്യമാകുമ്പോഴെല്ലാം മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഇടയ്ക്കിടെ നർമ്മവും രസകരമായ ഉള്ളടക്കങ്ങളും പങ്കുവെക്കാറുണ്ടെന്ന് ശരിയാണ്. എന്നാൽ അവയൊന്നും ആരെയും അപമാനിക്കാനോ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഉള്ള ഉദ്ദേശത്തോടുള്ളവയല്ല. ബോബി ഇങ്ങനെയാണ് കുറിച്ചത്. എന്നാൽ ശ്രീമതി ഹണി റോസിനെ കുറിച്ചുള്ള എൻ്റെ പ്രസ്താവനകൾ അവർക്കും കുടുംബത്തിനും വലിയ മാനസിക പ്രയാസമുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വരുത്തിയ ദ്രോഹത്തിന് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. എൻ്റെ വാക്കുകൾക്കും അവയുണ്ടാക്കിയ ആഘാതത്തിനും ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഈ ആത്മാർത്ഥമായ ക്ഷമാപണം സ്വീകരിച്ചവർ കേസ് ക്ഷമിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അക്കാര്യം പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പോസിറ്റീവായി മുന്നോട്ടു പോകാൻ ഞാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ബോബി ചെമ്മണ്ണൂർ കൂട്ടിച്ചേർത്തു. ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനിച്ചുവെന്നാരോപിച്ച് ഹണി റോസ് രംഗത്ത് വന്നിരുന്നു. പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് താൻ തീരുമാനിച്ചിരുന്നുവെന്നും ഹണി റോസ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രതികാരമെന്നോണം സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചിഴച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ ആ വ്യക്തി ചെയ്യുന്നതെന്നായിരുന്നു ഹണി റോസ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിലൂടെ അറിയിച്ചത്. പേര് പരാമർശിക്കാതെയായിരുന്നു ഹണി റോസിന്റെ കുറിപ്പ്. പിന്നാലെ ഹണി റോസ് നിയമപരമായി നീങ്ങുകയായിരുന്നു. ബോബിക്കെതിരെ നടി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഹണി റോസിന്റെ പരാതിയിൽ ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു. അതേസമയം ഉദ്ഘാടനത്തിന് ഹണി റോസിനെ പോലുള്ള സെലിബ്രിറ്റികളെ ക്ഷണിക്കുന്നത് തുടരുമെന്നും ബോബി ചെമ്മണ്ണൂർ മുൻപ് പറഞ്ഞിരുന്നു. ബിസിനസ് നടത്തുന്നതിന് മാർക്കറ്റിംഗ് പ്രൊമോഷൻ ആവശ്യങ്ങൾക്കായി സെലിബ്രിറ്റികളെ ക്ഷണിക്കാറുണ്ടെന്ന് ജയിൽ മോചിതനായ ഉടൻ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയായിരുന്നു. എന്റെ ഉദ്ദേശം മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രൊമോഷൻ എന്നിവയാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ സെലിബ്രിറ്റികളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹണി റോസിനെ പോലുള്ള സെലിബ്രിറ്റികളെ ഞാൻ തുടർന്നും ക്ഷണിക്കും. അത് മാത്രമാണ് ഉദ്ദേശം, മറ്റൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പരാതി നൽകിയതെന്ന് എനിക്കറിയില്ല. നന്നായി പ്രവർത്തിക്കുന്ന എൻ്റെ ബിസിനസ്സിനെ ഈ പ്രശ്നം ബാധിച്ചിട്ടില്ല. ഉപഭോക്താക്കളും ഓഹരി ഉടമകളും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ എന്നോടൊപ്പം ഉണ്ടെന്നും ബോബിയെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറഞ്ഞിരുന്നു. കേസ് പരിഗണിച്ച ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ മുൻപാകെ ബോബിയുടെ അഭിഭാഷകൻ മാപ്പ് പറഞ്ഞു. ഇതോടെ കോടതി മാപ്പ് സ്വീകരിച്ച് കേസിലെ നടപടികൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തതെന്നും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.